ഇതുവരെ നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള വിഡ്ജറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് കോളം റോയും പറഞ്ഞ വിഡ്ജറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൻ്റെ മുമ്പ് നമുക്ക് സേഫ് ഏരിയ എന്താണെന്നുള്ളത് അറിയണം. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ സ്കഫോൾഡ് കളഞ്ഞ് സ്കഫോൾഡിന് ബാക്ക്ഗ്രൗണ്ട് കളർ എന്താ കൊടുക്കും? ഓക്കെ, നമുക്കിവിടെ അതിന് വേണ്ടിയിട്ട് ഇത് സ്കഫോൾഡ് കളഞ്ഞിട്ട് ജസ്റ്റ് സ്കഫോൾഡ് തന്നെ. ഓക്കെ, സ്കഫോൾഡിൻ്റെ അകത്ത് എന്താണ്? ആപ്പ് ബാർ ഉണ്ട്. നമുക്കിവിടെ ആപ്പ് ബാർ യൂസ് ചെയ്യാണ്ട് ഡയറക്റ്റ് ബോഡിയിലോട്ട് പോവാം. ദെൻ ബോഡിയിൽ നമുക്ക് ഒരു കോളം കൊടുക്കാം ഫസ്റ്റ്. ഓക്കെ, കോളത്തിന് ചിൽഡ്രൻ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ചിൽഡ്രൻ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് ഷോയിപ്പിക്കാം. നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് സർക്കിൾ അവതാർ പറഞ്ഞങ്ങാണ്ട് കൊടുക്കാം. സർക്കിൾ അവതാർ എന്ന് പറഞ്ഞുള്ള വിഡ്ജറ്റ് ഉണ്ട്. ദെൻ നമുക്ക് ഇതൊന്ന് റൺ ചെയ്യാം. നമുക്ക് എന്താ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു ബ്ലൂ സർക്കിൾ കണ്ടില്ലേ? ഇത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് കയറി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കഫോൾഡിനെ നമ്മൾ എന്ത് ചെയ്യും? സ്കഫോൾഡിനെ നമ്മൾ സേഫ് ഏരിയ പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ് ഉണ്ട്, അത് വെച്ച് നമ്മൾ റാപ്പ് ചെയ്യും. റാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബ്ലാക്ക് കണ്ടില്ലേ? ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ജസ്റ്റ് Ctrl+Z അടിക്കുക, ദെൻ Ctrl+S അടിച്ചു, അതായത് ഹോട്ട് റീലോഡാണ്. നമ്മൾ സേവ് ചെയ്തു. അതായത് നമ്മൾ ഈ ഒരു ഏരിയ ഉണ്ട്, ഈ നമ്മുടെ റേഞ്ച് അതൊക്കെ കാണിക്കണ ഫോണിൻ്റെ ആ ഒരു ഏരിയനെയാണ് നമ്മൾ പറയുന്നത് സേഫ് ഏരിയ. ദെൻ നമ്മൾ സ്കഫോൾഡിനെ സേഫ് ഏരിയ വെച്ച് റാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇൻ കേസ് നമ്മൾ ഈ ഒരു കോളത്തിനെയാണ് സേഫ് ഏരിയ വെച്ച് റാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? ഇവിടെ നമുക്ക് ആ ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതല്ലാണ്ട് നമുക്ക് ഈ ഒരു ഷെയ്ഡിൽ വരും. അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരു ബ്ലൂ കൊടുക്കാം. ബ്ലൂ കൊടുത്തിട്ട് നമുക്ക് റൺ ചെയ്യാം. ഇവിടെ സേഫ് ഏരിയ വെച്ചിങ്ങാണ്ട് നമ്മൾ കോളത്തിനെ റാപ്പ് ചെയ്തു. അപ്പം നമുക്ക് ആ ഒരു സേഫ് ഏരിയ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൽ തന്നെ നമുക്ക് തൊട്ട് താഴെ മുതലാണ് സർക്കിൾ അവതാർ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു സേഫ് ഏരിയ നമ്മൾ സ്കഫോൾഡിനെയാണ് സേഫ് ഏരിയ വെച്ച് റാപ്പ് ചെയ്യണമെങ്കിലോ ആ ഒരു സേഫ് ഏരിയ നമുക്ക് ബ്ലാക്ക് കളറിലാവും കിട്ടുക. ഓക്കെ, അപ്പോൾ സേഫ് ഏരിയ പറഞ്ഞത് ഈ ഒരു ഏരിയനെയാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഒരു കണ്ടെയ്നർ എന്താണ്? കണ്ടെയ്നർ പറഞ്ഞ വിഡ്ജറ്റ് എന്താണ്? നമ്മൾ ഇതിൻ്റെ മുന്നേ നോക്കിയതല്ലേ? അതായത് കണ്ടെയ്നർ പറഞ്ഞാൽ നമ്മൾ ആ കണ്ടെയ്നറിന് കൊടുക്കുന്ന ഹൈറ്റ്, അത് ഒരു 100 ഹൈറ്റ് കൊടുക്കാം. ഓക്കെ, ദെൻ അതിനൊരു വിഡ്ത്ത് നമ്മൾ 100 കൊടുത്തു. അപ്പോൾ ഇത്രയും സ്പേസ് ആണ് അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഒരു സ്പേസിനെയാണ് നമ്മൾ കണ്ടെയ്നർ പറയുന്നത്. ആ സ്പേസ് എത്ര ഹൈറ്റ് വേണം, എത്ര വിഡ്ത്ത് വേണം എന്നുള്ളതൊക്കെ നമുക്ക് കൊടുക്കാം. ഹൈറ്റിന് ഒരു വാല്യൂ, വിഡ്ത്തിന് ഒരു വാല്യൂ. അപ്പോൾ നമ്മൾ കൊടുത്ത ആ വാല്യൂവിൽ ഒരു സ്പേസ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടെയ്നറിന് ഹൈറ്റും വിഡ്ത്തും കൊടുത്തു. ദെൻ കണ്ടെയ്നറിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ചൈൽഡ്. നേരത്തെ കോളത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സ് ലേ ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സ് അവിടെ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് കണ്ടെയ്നറിന് ചൈൽഡാണ് കണ്ടെയ്നറിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ അവിടെ ഒരു സിംഗിൾ വിഡ്ജറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ചൈൽഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഒരു ടെക്സ്റ്റ് കൊടുത്തു, കണ്ടെയ്നർ 1, ഫസ്റ്റ് കണ്ടെയ്നർ എന്നുള്ള രീതിക്ക് നമുക്ക് കൊടുക്കാം. ദെൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടെയ്നർ 1 ഉള്ളത് കണ്ടു, ബട്ട് അവിടെ കളറൊന്നും വന്നിട്ടില്ലല്ലോ, ജസ്റ്റ് അത് മാത്രമല്ലേ വന്നേ. അപ്പോൾ എന്തുകൊണ്ടാണ്? ഇപ്പോൾ സ്കഫോൾഡിന് നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കഫോൾഡിന് ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ സ്ക്രീനിനാണ് നമ്മൾ സ്കഫോൾഡ് പറയാം. ഓക്കെ, അതിന് നമ്മളൊരു കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടെയ്നറും ഇപ്പോൾ നമ്മൾ ഒരു കളർ സ്പെസിഫൈ ചെയ്യാത്തത് കൊണ്ട് കണ്ടെയ്നറിൻ്റെ കളർ ഇപ്പോൾ ബ്ലൂ ആണ്. അപ്പോൾ നമുക്ക് കണ്ടെയ്നറിന് കളർ കൊടുക്കാം. കളർ പറഞ്ഞ പ്രോപ്പർട്ടിയിൽ നമുക്ക് റെഡ് കളർ കൊടുക്കാം. ദെൻ നമുക്ക് ഹോട്ട് റീലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 100 ഹൈറ്റിലും 100 വിഡ്ത്തിലും നമുക്ക് ഒരു കണ്ടെയ്നർ
നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ നമ്മൾ എഗെയിൻ ഈ ഒരു കണ്ടെയ്നർ നമ്മൾ വേറൊരു കണ്ടെയ്നർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് 50 ഹൈറ്റും കൊടുക്കാം, വിഡ്ത്തും 50 കൊടുക്കാം. ദെൻ കളർ നമുക്ക് ഒരു ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് നമുക്ക് ചൈൽഡായിട്ട് ടെക്സ്റ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? കണ്ടെയ്നർ 2. ദെൻ നമുക്ക് ഹോട്ട് റീലോഡ് ചെയ്യാം. ദെൻ കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്പേസ് വന്നു, കാരണം ഹൈറ്റ് 50 വിഡ്ത്ത് 50 ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ഇവിടെ വന്നു. ദെൻ നമുക്ക് വീണ്ടും ഒരു കണ്ടെയ്നർ ഡിക്ലെയർ ചെയ്യാം. ദെൻ അതിന് നമുക്ക് ഹൈറ്റ് ഒരു 80 കൊടുക്കാം, വിഡ്ത്തും ഒരു 80 കൊടുക്കാം. ദെൻ ചൈൽഡിൽ ടെക്സ്റ്റായിട്ട് നമുക്ക് കണ്ടെയ്നർ 3 കൊടുക്കാം. കളർ എന്ത് കൊടുക്കാം? നമുക്കൊരു ബ്ലാക്ക് കളർ കൊടുക്കാം. ഓക്കെ, ബ്ലാക്ക് റൺ ചെയ്തു. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ഇപ്പോൾ ബ്ലാക്ക് കളറിലാവും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ മാറ്റി കൊടുക്കാം, വൈറ്റ് കൊടുക്കാം ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ കണ്ടെയ്നർ 1, കണ്ടെയ്നർ 2, കണ്ടെയ്നർ 3 ഇതുപോലെ 3 എണ്ണം ഇവിടെ ലേ ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ലേ ഔട്ട് ചെയ്തിരിക്കണം? ഒന്നിൻ്റെ താഴെ ഒന്ന്, ദെൻ അതിൻ്റെ താഴെ ഒന്ന്. ഇനി നമ്മളൊരു കോളത്തിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോളത്തിൽ എങ്ങനെയാണ് വിഡ്ജറ്റ്സ് ഡിസ്പ്ലേ ചെയ്യുക? വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്, അതായത് ഒന്നിൻ്റെ താഴെ ഒന്ന്, ഒന്നിൻ്റെ താഴെ ഒന്ന്, അതുപോലെയാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ദെൻ ഇനി നമുക്ക് ഇത് എത്ര സ്പേസ് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇത്ര സ്പേസ് ആണ് ഈ ഒരു ഫസ്റ്റ് കണ്ടെയ്നർ എടുക്കുന്നത്. ദെൻ സെക്കൻഡ് കണ്ടെയ്നർ ഇത്ര സ്പേസ് എടുക്കുന്നുണ്ട്, തേർഡ് കണ്ടെയ്നർ ഇത്ര സ്പേസ് എടുക്കുന്നുണ്ട്. ടോട്ടലി അത് മെയിൻ ആക്സിസ്, അതായത് കോളത്തിന്റെ മെയിൻ ആക്സിസ് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലാണ്. ഈ ഒരു ഡയറക്ഷനാണ് മെയിൻ ആക്സിസ്, ക്രോസ് ആക്സിസ് ഈ ഒരു ഡയറക്ഷനാണ്. അപ്പൊ ഇവിടെ ടോട്ടൽ ഇവിടെ സ്പേസ് ഇത്രത്തോളം സ്പേസ് എടുക്കുന്നുണ്ട്. ഞാൻ അതിന്റെ അകത്ത് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള 2 കണ്ടെയ്നേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഈ കോളത്തിന്റെ മെയിൻ ആക്സിസ് സൈസ് മിനിമം കൊടുത്തു നോക്കാം. ഇപ്പൊ മിനിമം കൊടുത്തു നോക്കാം. അപ്പൊ നമുക്ക് റൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? ഇതിന്റെ ഈ മെയിൻ ആക്സിസിന്റെ ലേ ഔട്ട് കണ്ടില്ലേ? ഇത്രയുള്ള വന്നിട്ട്, അതായത് അവിടെ കണ്ടെയ്നേഴ്സ് ലേ ഔട്ട് ചെയ്ത ആ സ്പേസ് ആണ്, മിനിമം സ്പേസ് ആണ് അവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ്? മാക്സിമം സ്പേസ് ആണ്. ഈ മെയിൻ ആക്സിസ് ഇത്രയും സ്പേസ് എടുക്കണ്ടേ, അപ്പൊ അത്ര സ്പേസ് ആണ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ദെൻ നമുക്ക് മിനിമം സൈസ് എടുക്കണം എന്നുള്ള കേസിൽ നമ്മൾ മെൻഷൻ ചെയ്താൽ മതി. അല്ലാത്ത കേസിൽ നമുക്ക് മാക്സിമം സൈസ് ആണ് ഡിഫോൾട്ട് ആയിട്ട് എടുക്കുക. ദെൻ മെയിൻ ആക്സിസ് അലൈൻമെന്റ്, ഇതിപ്പോ സ്റ്റാർട്ടാണ്, ഡിഫോൾട്ട് ആയിട്ട് സ്റ്റാർട്ടാണ്. ദെൻ സെന്റർ ഉണ്ട്. സെന്റർ പറഞ്ഞാൽ ഈ മെയിൻ ആക്സിസിന്റെ സെന്ററിലായിട്ട് ലേ ഔട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞാൽ എൻഡ് ഉണ്ട്. അപ്പൊ എവിടെ ലേ ഔട്ട് ചെയ്യും? എൻഡിൽ ലേ ഔട്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് മെയിൻ ആക്സിസ് സ്റ്റാർട്ട് ഉണ്ട്. സ്റ്റാർട്ട് ആകുമ്പോൾ സ്റ്റാർട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യണമെന്നില്ല, കാരണം ഡിഫോൾട്ട് ആയിട്ട് സ്റ്റാർട്ടിലാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റാർട്ട്, സെൻറ്റർ, എൻഡ് ഇങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞു മെയിൻ ആക്സിസിൻ്റെ. ഇനി നമുക്ക് ഈ കണ്ടെയ്നേഴ്സിൻ്റെ ബിറ്റ്വീൻ നമുക്ക് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? സ്പേസ് ബിറ്റ്വീൻ. ഓക്കെ, ദെൻ നമ്മൾ സ്പേസ് ബിറ്റ്വീൻ യൂസ് ചെയ്തു. അപ്പോൾ എന്താണ്? ഇതിൻ്റെ 3 കണ്ടെയ്നേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് സ്പേസ് വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് കണ്ടെയ്നറിൻ്റെ തൊട്ട് മുകളിലും തൊട്ട് താഴെയും ബാക്കിയുള്ളതിൻ്റെ ഒക്കെ മുകളിലും താഴെയായിട്ട് നമുക്ക് ഈക്വൽ സ്പേസസ് വരണം. അപ്പോൾ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുക? സ്പേസ് അറൗണ്ട്. ചുറ്റും നമുക്ക് സ്പേസ് വേണ്ടേ? ഓക്കെ, ദെൻ അതിന് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്പേസ് ഈവൻ ആയിട്ട് സ്പേസ്. ഓക്കെ, നേരെ സ്പേസ് അറൗണ്ട് യൂസ് ചെയ്തപ്പോൾ നമുക്ക് എല്ലാ കണ്ടെയ്നേഴ്സിൻ്റെയും ചുറ്റും ഫസ്റ്റ് കണ്ടെയ്നറിൻ്റെ മുകളിൽ ഒരു 10 ആണെങ്കിൽ തൊട്ട് താഴെയും 10 ആയി. ദെൻ സെക്കൻഡ് കണ്ടെയ്നറിൻ്റെ മുകളിലും 10, തൊട്ട് താഴെയും 10.
ദെൻ തേർഡ് കണ്ടെയ്നറിൻ്റെ മുകളിലും 10 മീൻസ് 10 പറഞ്ഞാൽ നമ്മൾ ആ വിഡ്ത്ത് കൊടുക്കൂലേ, ഹൈറ്റ് കൊടുക്കൂലേ, അതാണ് പറയണേ. ദെൻ തേർഡ് കണ്ടെയ്നറിൻ്റെ താഴെയും 10 ആണ്. സ്പേസ് ഈവൻലി എന്ന് പറയുമ്പോൾ ചുറ്റും കണ്ടെയ്നറിൻ്റെ ചുറ്റുമുള്ള സ്പേസസ് എല്ലാത്തിൻ്റെ ഈവൻ ആയിട്ടാണ്. ഓക്കെ. ദെൻ നമ്മൾ നെക്സ്റ്റ് ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ്. ഇപ്പോൾ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട്, എൻഡ്, സ്പേസ് അറൗണ്ട്, സെൻറ്റർ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാം. സ്റ്റാർട്ട് കൊടുത്തു. സ്റ്റാർട്ട് കൊടുക്കണം എന്നില്ല, കാരണം ഡിഫോൾട്ടായിട്ട് സ്റ്റാർട്ട് ആവില്ല. യെസ്. ദെൻ ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ്. ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് നമ്മളിപ്പോൾ സെൻറ്റർ കൊടുത്തു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കുക? അത് അവിടുന്ന് മൂവ് ചെയ്യില്ല. നമ്മൾ മെയിൻ ആക്സിസിൻ്റെ കേസ് പറഞ്ഞ പോലെ ആണെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിൻ്റെ സെൻറ്ററിലോട്ട് വരണം. ക്രോസ് ആക്സിസ് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ? യെസ്. മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് വെർട്ടിക്കലായിട്ടും ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുമാണ്. ഓക്കെ. വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് മെയിൻ ആക്സിസ്, കോളത്തിൻ്റെ ക്രോസ് ആക്സിസോ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുമാണ്. അപ്പോൾ ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് നമ്മൾ സെൻറ്റർ കൊടുത്താൽ നമുക്ക് എവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം? കണ്ടെയ്നേഴ്സ് ഈ സ്ക്രീനിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. ഓക്കെ. ബട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ മാക്സിമം ക്രോസ് ആക്സിസിൻ്റെ സൈസ് എത്രയാണ് വരുന്നത്? ഇതാണ് വരുന്നത്. ദെൻ അതിൻ്റെ സെൻറ്ററിൽ തന്നെ അല്ലേ കോളം ഈ കണ്ടെയ്നേഴ്സ് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിട്ടുള്ളത്? യെസ്, അതെ. ഇനി നമ്മളൊരു കണ്ടെയ്നറിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 500 എന്നുള്ളത് കൊടുക്കാം. ദെൻ നമ്മൾ റൺ ചെയ്തു. അപ്പോൾ എന്തായി? ഈ 500 വിഡ്ത്തുള്ള ഈ കണ്ടെയ്നർ ഇപ്പം എത്ര ക്രോസ് ആക്സിസിൽ സ്പേസ് എടുത്തിട്ടുണ്ട്? ഈ മുകളിൽ കാണുന്ന ഇത്രയും സ്പേസ് എടുത്തിട്ടുണ്ട്. സോ നമ്മൾ സെൻറ്ററിൽ അലൈൻ ചെയ്തപ്പോൾ അതിൻ്റെ കുറവ് വിഡ്ത്തൊക്കെ ഉള്ള കണ്ടെയ്നേഴ്സ് അതിൻ്റെ സെൻറ്ററിൽ അലൈനായി. ഓക്കെ, ക്ലിയർ ആയോ? ഇപ്പോൾ ഇവിടെ നമ്മൾ 500ൻ്റെ പകരം 300 കൊടുത്തു. ദെൻ ഇപ്പം ഇവിടെ എത്ര സ്പേസ് എടുക്കണം? ഈ ഒരു ലൈൻ കണ്ടില്ലേ? ഈ ഒരു ലൈറ്റ് കളർ ലൈൻ കണ്ടില്ലേ? ഇത്ര സ്പേസ് ആണ് ഇവിടെ ടോട്ടലി ക്രോസ് ആക്സിസിൽ എടുക്കണേ. സോ ഇത്ര സ്പേസിൻ്റെ സെൻറ്ററിലാണ് ഇപ്പോൾ നമ്മളത് അലൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ നമുക്കിവിടെ വേണമെങ്കിൽ വിഡ്ത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഡബിൾ ഡോട്ട് ഇൻഫിനിറ്റി. അതായത് ഇൻഫിനിറ്റി ആയിട്ടുള്ള വിഡ്ത്ത് നമുക്ക് എടുക്കാം. ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വിഡ്ത്ത് എടുക്കാം. സോ നമ്മൾ സെൻറ്റർ അലൈൻ ചെയ്യുന്ന സമയത്ത് സെൻറ്റർ അലൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. ദെൻ ക്രോസ് ആക്സിസിൽ നമ്മൾ എൻഡായി അലൈൻ ചെയ്തു. സോ അങ്ങോട്ട് മൂവ് ചെയ്തു. ദെൻ ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു, ഇങ്ങോട്ട് മൂവ് ചെയ്തു. കോളത്തിൻ്റെ മെയിൻ ആക്സിസും ക്രോസ് ആക്സിസും ക്ലിയർ ആയോ? യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് നോക്കാം? റോൻ്റെ കേസ് നോക്കാം. ഓക്കെ. ഇപ്പം നമ്മൾ കോളത്തിൻ്റെ കേസ് നോക്കി. ഇനി നമുക്ക് റോൻ്റെ കേസ് നോക്കാം. സോ നമുക്ക് ഈ കോളം ഇവിടുന്ന് റീപ്ലേസ് ചെയ്ത് റോ പറഞ്ഞ വിഡ്ജറ്റ് കൊടുത്തു. ദെൻ റോയിൽ ചിൽഡ്രൻ. നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ വിഡ്ജറ്റ്സ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. റോൻ്റെ അകത്തും റോ വിഡ്ജറ്റിൻ്റെ അകത്തും കോളം വിഡ്ജറ്റിൻ്റെ അകത്തും. സോ കോളം വിഡ്ജറ്റിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് നമ്മുടെ വിഡ്ജറ്റ്സ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക. ഓക്കെ. കോളത്തിൻ്റെ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലും ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുമാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റോൻ്റെ കേസിൽ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പോലെ ഒരു കണ്ടെയ്നർ കൊടുത്തു. ചൈൽഡിൽ ടെക്സ്റ്റ് കണ്ടെയ്നർ 1. നമുക്ക് ഹൈറ്റും വിഡ്ത്തും കൊടുക്കണ്ടേ? ഒരു 100 കൊടുക്കാം. ദെൻ വിഡ്ത്ത് 100 കൊടുത്തു. ഓക്കെ. കളർ റെഡ് തന്നെ കൊടുക്കാം. ദെൻ നമുക്കൊന്ന് ഓക്കെ. ഇവിടെ ഈ കോളത്തിൻ്റെ ഈ റോയിൽ എടുത്ത സ്പേസ് കണ്ടോ? ഈ ഒരു ബ്ലൂ ലൈൻ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ റോൻ്റെ അകത്താണ് കൊടുത്തിട്ടുള്ളത്. റോൻ്റെ മെയിൻ ആക്സിസ് ഏത് ഡയറക്ഷനാണ്? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. നേരത്തെ നമ്മൾ കോളത്തിൻ്റെ കേസ് എടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് നമ്മുടെ ഈ ബ്ലൂ ലൈന് കണ്ടത്, ആ ലൈറ്റ് കളർ ലൈന് കണ്ടത്. അതായത് വിഡ്ജറ്റ്സ് ആ ഒരു ഡയറക്ഷനിലാണ് ലേ ഔട്ട് ചെയ്യുക. ഇവിടെ റോൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്
വിഡ്ജറ്റ്സ് ലേ ഔട്ട് ചെയ്യാം. ദെൻ ഈ കണ്ടെയ്നറിന്റെ താഴെ നമ്മൾ നെക്സ്റ്റ് ഒരു കണ്ടെയ്നർ കൊടുത്തു. ദെൻ ആ കണ്ടെയ്നറിന് നമ്മൾ ഹൈറ്റ് 50 കൊടുത്തു, വിഡ്ത്ത് 50 കൊടുക്കാം. ദെൻ കളർ നേരത്തെ പോലെ ഗ്രീൻ കൊടുത്തു. ഇത് റൺ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ ടോട്ടൽ ഇതിന്റെ ഹൈറ്റ്, ഫസ്റ്റ് കണ്ടെയ്നറിന്റെ ഹൈറ്റ് നമ്മൾ 100 കൊടുത്തു, സെക്കൻഡ് കണ്ടെയ്നറിന്റെ ഹൈറ്റ് 50 കൊടുത്തു. അപ്പൊ അതിനനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചു. നേരത്തെ കോളത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇവിടെ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ഇവിടെ കോളത്തിന്റെ കേസിൽ മെയിൻ ആക്സിസ് നമ്മളിവിടെ എൻഡ് കൊടുക്കുക കരുതുക. നേരത്തെ മെയിൻ ആക്സിസ് എൻഡ് കൊടുത്തപ്പോൾ നമുക്ക് എവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചേ? കണ്ടെയ്നേഴ്സ് തൊട്ട് താഴെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചേ. അപ്പോൾ മെയിൻ ആക്സിസ് എൻഡ് കൊടുത്തപ്പോൾ നമുക്ക് എവിടെ? ഈ ഒരു ഡയറക്ഷനിലാണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ എൻഡിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചത്. അപ്പോൾ റോന്റെ മെയിൻ ആക്സിസ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും കോളത്തിന്റെ മെയിൻ ആക്സിസോ വെർട്ടിക്കൽ ഡയറക്ഷനിലുമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കണ്ടെയ്നർ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മളൊരു ഹൈറ്റും വിഡ്ത്തും കൊടുക്കണേ ആ ഒരു സ്പേസ് ആണ് കണ്ടെയ്നർ പറഞ്ഞാൽ. അത്രയും ഒരു സ്പേസ് ആണ് കണ്ടെയ്നർ പറഞ്ഞാൽ. അപ്പൊ കണ്ടെയ്നറിന്റെ ബാക്കി പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കിയാലോ. ഇവിടെ കളറ് ഞാൻ റെഡ് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് കണ്ടെയ്നറിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഡെക്കറേഷനിൽ നമുക്ക് ബോർഡർ റേഡിയസ് ഉണ്ട്. ദെൻ ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ, സർക്കുലറിൽ നമ്മൾ ഒരു 50 കൊടുക്കുക. 50 കൊടുത്താൽ ഇപ്പോൾ ഇവിടെ എറർ വന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെക്കറേഷൻ കൊടുക്കുന്ന കേസിൽ നമ്മൾ ഡെക്കറേഷൻ്റെ അകത്ത് വേണം കളർ പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടു പ്രൊവൈഡ് ബോത്ത് യൂസ് ഡെക്കറേഷൻ, ബോക്സ് ഡെക്കറേഷൻ്റെ അകത്ത് വേണം നമ്മൾ കളർ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ. ഡെക്കറേഷൻ യൂസ് ചെയ്യാത്ത കേസിൽ നമുക്ക് ഡയറക്റ്റ് കളർ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഡെക്കറേഷൻ യൂസ് ചെയ്യുന്ന കേസിൽ ഡെക്കറേഷൻ പ്രോപ്പർട്ടിൻ്റെ അകത്തുള്ള ബോക്സ് ഡെക്കറേഷൻ്റെ അകത്ത് വേണം നമ്മൾ കളർ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ. ദെൻ റൺ ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പം നമ്മൾ ഇത്രയും ഒരു സ്പേസ് ആണ് ഫസ്റ്റ് കണ്ടെയ്നറിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ നമ്മൾ അവിടെ ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ 50 കൊടുത്തു. സോ ആ 50 പിക്സലിൽ നമുക്ക് അവിടെ റൗണ്ട് ആയി വന്നു. ഞാൻ ഇനി അവിടെ 20 കൊടുത്തു. കണ്ടില്ലേ? ദെൻ അത് നമുക്കൊരു 30 ആക്കി നോക്കാം. ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നത് കാണാം, അതിൻ്റെ റേഡിയസ്. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റ് സ്പേസ് നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട്. നമ്മൾ അതിൽ ഓരോ പ്രോപ്പർട്ടിയും കൊടുക്കുന്നതിനനുസരിച്ച് അതുപോലെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ ഈ ബോക്സ് ഡെക്കറേഷനിൽ ബോർഡർ, ഇമേജ്, കളർ, ബോർഡർ റേഡിയസ്, ബോക്സ് ഷാഡോ, ഗ്രേഡിയൻറ്റ്, ഇതുപോലെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെക്ക് ചെയ്യാം. കണ്ടെയ്നറിലും തന്നെ ഡെക്കറേഷൻ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തു. കളർ പ്രോപ്പർട്ടി ഉണ്ട്, വിഡ്ത്ത്, ഹൈറ്റ്, മാർജിൻ, സോ പാഡിങ്. ദെൻ പാഡിങ് നെക്സ്റ്റ് നമുക്ക് പാഡിങ് പറഞ്ഞിട്ടുള്ള വിഡ്ജറ്റ് നോക്കാം. സോ അതിന് നമുക്ക് ജസ്റ്റ് ഒരു കണ്ടെയ്നർ മാത്രം യൂസ് ചെയ്യാം, റൺ ചെയ്യാം. നമുക്ക് മെയിൻ ആക്സിസ് ഡിഫോൾട്ടായിട്ട് സ്റ്റാർട്ട് അല്ലേ. സോ മെയിൻ ആക്സിസ് നമുക്ക് വേണ്ട, ഡിഫോൾട്ടായിട്ട് സ്റ്റാർട്ട് ഉണ്ട്. ഇനി എനിക്ക് ഈ ഒരു കണ്ടെയ്നർ ഞാൻ ഒരു ഹൈറ്റ് 100 കൊടുത്തു. ഈ ഒരു കണ്ടെയ്നർ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എനിക്കൊരു 10 പിക്സൽ മൂവ് ചെയ്യണം. സോ ഞാൻ അതിനെന്താ ചെയ്യുക? ഫസ്റ്റ് ഇവിടെ സൈസ്ഡ് ബോക്സ് നമുക്ക് ഒരു വിഡ്ത്ത് കൊടുക്കാം. റോന്റെ കേസിലാവുമ്പോൾ വിഡ്ത്താണ്, കാരണം ഒരു 10 പിക്സൽ വിഡ്ത്ത് കൊടുത്തു, റൺ ചെയ്തു. ഇതാ ഇത്ര സ്പേസ് അങ്ങോട്ട് മൂവ് ചെയ്തു. ദെൻ ഈ കണ്ടെയ്നറിന്റെ ശേഷവും എനിക്കൊരു 10 പിക്സൽ മൂവ് ചെയ്യണം. സോറി, ഹൈറ്റ് അല്ല, വിഡ്ത്ത് 10 കൊടുത്തു. ഇവിടെ ഈ ഒരു ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇനി നെക്സ്റ്റ് ഒരു വിഡ്ജറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ റോന്റെ അകത്ത് നെക്സ്റ്റ് ഇനി ഒരു വിഡ്ജറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്പേസ് കഴിഞ്ഞിട്ടാവും അത് വരിക. നമുക്ക് നോക്കാം. ഒരു നമുക്ക് ടെക്സ്റ്റ് വിഡ്ജറ്റ് കൊടുക്കാം. ഫ്ലിറ്റ് ടെക്സ്റ്റ് കൊടുത്തു. കണ്ടില്ലേ? ഇത്ര ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് ഈ ടെക്സ്റ്റ് വിഡ്ജറ്റ് ഇവിടെ അലൈൻ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ സൈസ്ഡ് ബോക്സ് വെച്ച് ഇതുപോലെ കൊടുക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുമിച്ച്, അല്ലെങ്കിൽ തൊട്ട് മുകളിലും കണ്ടെയ്നറിന്റെ മുകളിലും താഴെയും
എല്ലാം ഒരുമിച്ച് നമുക്ക് ഇതുപോലെ സ്പേസ് വേണം. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുക പാഡിങ് പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ ഇവിടെ ഞാൻ കണ്ടെയ്നറിന് ഇവിടെ ജസ്റ്റ് റൺ ചെയ്യുക. അപ്പോൾ നമ്മളെ കണ്ടെയ്നർ ആദ്യം പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ കോണ്ടെക്സ്റ്റ് ആക്ഷൻസിൽ നമ്മൾ റാപ്പ് വിത്ത് പാഡിങ്, നമുക്ക് കോളം കൊണ്ട് റാപ്പ് ചെയ്യണമെങ്കിൽ റാപ്പ് ചെയ്യാം, റോ കൊണ്ട് റാപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം, സൈസ്ഡ് ബോക്സ്, സെൻറ്റർ, ബിൽഡറും സ്ട്രീം ബിൽഡറും ഒക്കെ നമ്മൾ പഠിക്കും. സോ ഈ വിഡ്ജറ്റ് കൊണ്ടൊക്കെ റാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. ദെൻ റാപ്പ് വിത്ത് പാഡിങ്. ദെൻ പാഡിങ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് എഡ്ജ് ഇൻസൈഡ്സ് ഡോട്ട് ഓൾ പറഞ്ഞാൽ നമുക്ക് ഈ കണ്ടെയ്നറിന്റെ എല്ലാ സൈഡിൽ നിന്നും 8 പിക്സൽസ് ഇപ്പോൾ റാപ്പ് ചെയ്തിട്ടുണ്ടാവും, മീൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും. കണ്ടില്ലേ, ഈ മുകളിൽ നിന്ന് 8, താഴെ നിന്ന് 8, സൈഡിൽ നിന്ന് 8, ഈ ഒരു സൈഡിൽ നിന്നും 8 പിക്സൽസ്, ഈ ഒരു ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ലേ. ഇതുപോലെയാണ് നമ്മൾ പാഡിങ് പ്രോപ്പർട്ടി യൂസ് ചെയ്യുക. ഇനി അല്ല, നമുക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് ഒരു 10 മാത്രം മതിയെങ്കിൽ നമ്മൾ അതുപോലെ കൊടുക്കും. അല്ല, നമുക്ക് ലെഫ്റ്റിൽ നിന്ന് ഒരു 30 വേണം. സോ മുകളിൽ നിന്ന് ഒരു 10ഉം ലെഫ്റ്റിൽ നിന്ന് ഒരു 30. ദെൻ നമുക്ക് ബോട്ടത്തിൽ നിന്ന് എഗെയിൻ ഒരു 20 വേണം, അപ്പോൾ 20 കൊടുത്തു. ദെൻ പിന്നെ നമുക്ക് റൈറ്റിൽ നിന്ന് ഒരു 10 വേണം. സോ നമ്മൾ 10 കൊടുത്തു. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 30, ടോപ്പിൽ നിന്ന് 10, ബോട്ടത്തിൽ നിന്ന് 20, റൈറ്റിൽ നിന്ന് 10. ഇതുപോലെ എല്ലാം നമുക്ക് അലൈൻ ചെയ്യാം. പാഡിങ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വിഡ്ജറ്റിന്റെ ചുറ്റുള്ള സ്പേസ് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. പാഡിങ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ആ ഒരു വിഡ്ജറ്റിന്റെ ചുറ്റും എത്ര സ്പേസസ് നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ പാഡിങ് വിഡ്ജറ്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ കോളം നോക്കി, റോ നോക്കി, കണ്ടെയ്നർ, സൈസ്ഡ് ബോക്സ്, ഇതുപോലെ ബേസിക് ആയിട്ടുള്ള വിഡ്ജറ്റ്സ് നോക്കി. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക. ഓക്കെ, ഇതൊന്നും ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമല്ല, എല്ലാം പ്രാക്ടിക്കലി ചെയ്ത് നോക്കുമ്പോഴുള്ള നമുക്ക് ഡൗട്ട്സ് വരിക. ഡൗട്ട്സ് വന്നത് ക്ലിയർ ചെയ്യുമ്പോഴുള്ള നമുക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവുക. ഓക്കെ, താങ്ക് യു.